പോലീസിന്റെ അഭ്യർത്ഥന പ്രകാരം ഇലഞ്ഞി ഇടത്തൊട്ടിയിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് കിടപ്പുരോഗിയായ കുട്ടിക്ക് സൗജന്യമായി കട്ടിൽ നൽകി. കനാലിൽ വീണ് പരിക്കേറ്റ് ഏറെക്കാലമായി ശരീരം തളർന്ന് വീട്ടിൽ ചികിത്സയിൽ കഴിയുന്ന മണ്ണത്തൂർ സ്വദേശിയായ വിഷ്ണു പ്രസാദിനാണ് കൂത്താട്ടുകുളം പോലീസിന്റെ ഇടപെടലിനെ തുടർന്ന് സഹായം ലഭിച്ചത്. വിഷ്ണു പ്രസാദിന് സൗകര്യപ്രദമായ രീതിയിൽ നിവർന്നിരിക്കുന്നതിനും ആഹാരം കഴിക്കുന്നതിനും കഴിയും വിധമുള്ള ഒരു കട്ടിൽ വാങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വിഷ്ണു പ്രസാദിന്റെ കുടുംബം. ഇതിനാവശ്യമായ തുക കുടുംബം കണ്ടെത്തുകയും തുടർന്ന് കട്ടിൽ വാങ്ങുന്നതിനായി പോകും വഴി കുടുംബം സഞ്ചരിച്ചിരുന്ന വാഹനം ഒരു അപകടത്തിൽപ്പെടുകയായിരുന്നു. കിടപ്പുരോഗിയായ മകന് കട്ടിൽ വാങ്ങാൻ പോകുന്നതിനിടയിലാണ് അപകടമുണ്ടായതെന്ന വിവരം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് ഈ കുടുംബത്തിന് ഒരു സഹായം ലഭ്യമാക്കാനുള്ള ഉദ്യോഗസ്ഥരുടെ ശ്രമത്തിന്റെ ഭാഗമായാണ് ഇടത്തൊട്ടിയിൽ ചാരിറ്റബിൾ ട്രസ്റ്റിനെ സമീപിച്ചത്. ട്രസ്റ്റിന്റെ സ്ഥാപകൻ സന്തോഷ് സണ്ണി ഇടത്തൊട്ടിയിൽ, ഭാര്യയായ ഇലഞ്ഞി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാജി സന്തോഷ് എന്നിവർ ചേർന്ന് കട്ടിൽ ജനമൈത്രി പോലീസിന്റെ സാന്നിധ്യത്തിൽ കുടുംബത്തിന് കൈമാറി. എന്നോട് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു ചോദിച്ചു ജനമൈത്രിയുടേതായിട്ട് കിടപ്പുരോഗികളുള്ള കട്ടിലുണ്ടോ എന്ന് വെച്ചാൽ എന്നോട് വിളിച്ചു ചോദിച്ചായിരുന്നു. അപ്പോൾ നിലവിൽ ഇപ്പം 36 ICU കട്ടിൽ നമുക്കുണ്ട്. എല്ലാം ഓട്ടത്തിലാണ്. അതുപോലെ തന്നെ ഓക്സിജൻ സിലിണ്ടർ ആണെങ്കിലും ഓക്സിജൻ കോൺസെൻട്രേറ്റർ ആണെങ്കിലും എല്ലാം ഓട്ടത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കിടപ്പുരോഗിക്ക് വേണ്ടിയിട്ട് ജനമൈത്രി പോലീസിന്റെ ഇതായിട്ട് വിളിച്ചു ചോദിച്ചപ്പോഴത്തേനും ഉണ്ടെന്ന് പറഞ്ഞു. അവർ വരാൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് അത് കൈ കൊടുക്കുകയാണ്. ഇടത്തൊട്ടിൽ ഫാമിലി ഇവരുടെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ദിവസം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം സ്റ്റേഷനിൽ വന്നപ്പോഴത്തേക്ക് അനിൽ കുര്യാക്കോസ് പിആർഒ സംസാരിച്ചപ്പോഴത്തേക്കാണ് ഒരു കുട്ടിക്ക് കിടപ്പുരോഗിയാണ് പ്രശ്നം എന്ന് പറഞ്ഞത്. അവര് ഒരു ആക്സിഡന്റോട് ബന്ധപ്പെട്ട് വന്നതാണ്. പക്ഷെ അപ്പോൾ തന്നെ അനില് ഈ പറഞ്ഞ പോലെ ഈ ഇടത്തൊട്ടിൽ ഫാമിലിയുള്ള സന്തോഷ് ചേട്ടനോടും മാഗി മെമ്പറോടൊക്കെ സംസാരിച്ചപ്പോഴത്തേക്കും അവർ ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞു. അത് ഭയങ്കര ഒരു മനുഷ്യത്വമായിട്ട് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് സമൂഹത്തില് പലപ്പോഴും പല പ്രശ്നങ്ങളുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ഓരോ കാര്യം ചെയ്യാനുള്ള ഒരു തന്മനസ് അത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഒരു കൊച്ചു കുട്ടിക്ക് വേണ്ടിയിട്ട്, കിടപ്പുരോഗി ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള കാര്യം. അതുപോലെ ഇപ്പൊ അദ്ദേഹം പറഞ്ഞു 10-35ഓളം 36ഓളം കട്ടിലുകളും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അത് വളരെ അഭിനന്ദനമാണ്. പോലീസും ഇതിന്റെ ഭാഗമായി ചേരാൻ സാധിച്ചു എന്നുള്ളത് മാത്രം നിങ്ങൾക്ക് സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും പോലീസിന്റെ സഹകരണം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. മുൻപും ഇടത്തൊട്ടിയിൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കിടപ്പ് രോഗികൾക്കടക്കം നിരവധി ആളുകൾക്ക് സഹായം എത്തിച്ചു നൽകിയിട്ടുണ്ട്. കൂത്താട്ടുകുളം സ്റ്റേഷനിലെ SI PV ശാന്തകുമാർ, പബ്ലിക് റിലേഷൻ ഓഫീസർ അനിൽ കുര്യാക്കോസ്, ഇലഞ്ഞി അന്ത്യാൽ മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി V ചന്ദ്രാചാര്യ, RJD പിറവം നിയോജക മണ്ഡലം പ്രസിഡന്റ് PG പ്രശാന്ത്, DYFI മേഖലാ പ്രസിഡന്റ് മിലൻ V മാത്യു എന്നിവർ സന്നിഹിതരായിരുന്നു. എൻ്റെ പേര് V ചന്ദ്രാചാര്യ, മർച്ചന്റ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറിയാണ്. ഇടത്തൊട്ടിൽ ഫാമിലി ഗ്രൂപ്പായിട്ട് നടത്തുന്ന ഒരു ചാരിറ്റിയുടെ ഭാഗമായിട്ടാണ് കിടപ്പ് രോഗികൾക്ക് അതുപോലെ തീർത്തും നിർധനരായിട്ടുള്ളവർക്കുള്ള ആരോഗ്യ പരിരക്ഷയ്ക്കും അവരെ പരിരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഉദ്യമങ്ങൾ ഈ ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. ഈശ്വരസേവ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളെ സേവിക്കുന്നത് തന്നെയാണെന്ന് സമൂഹത്തിന് കാട്ടിക്കൊടുക്കുന്ന വലിയ ഒരു പ്രസ്ഥാനമായിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ഇപ്പോഴുള്ള ചുമതലയിരിക്കുന്ന സന്തോഷ് സണ്ണി, ഞങ്ങൾ കൊച്ചുമോൻ എന്നുള്ള ഓമനപ്പേര് വിളിക്കും, അദ്ദേഹമാണിത് ഡീൽ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇത് ഞാൻ അഭിമാനത്തോടു കൂടി ഞാനിവിടെ ഒന്ന് പറയുന്നത്, എൻ്റെ അമ്മയ്ക്ക് ഏതാണ്ട് 2-2.5 വർഷക്കാലത്തോളം കിടപ്പ് രോഗിയായിരുന്ന സമയത്ത് ശരീരത്തിൽ ഈ കിടന്ന രോഗികൾക്ക് സാധാരണ ഉണ്ടാകുന്ന ബൾജിങ്, പൊട്ടല്, അതുപോലെ തൊലി പോവുക, അതുപോലെ കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പറ്റുന്ന ഹൈഡ്രോളിക് സംവിധാനമുള്ള കട്ടിലാണ് എനിക്ക് അന്ന് ഉപയോഗിക്കാൻ ഭാഗ്യം കിട്ടിയത്. അത് ഞാനൊരു ഉപഭോക്താവാണ്, അനുഭവസ്ഥനാണ്. അത്തരം ഒരു കട്ടിൽ ഇതുപോലെ തന്നെ മണ്ണത്തൂരുള്ള നമ്മുടെ ഒരു സുഹൃത്ത്, പരിചയക്കാരൻ്റെ ഒരു കുഞ്ഞിന് ഫ്രീ ആയിട്ട് കൊടുക്കാൻ, അതായത് ജനമൈത്രി പോലീസിന്റെ ഇടപെടൽ കൊണ്ട് പോലീസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ആ ഒരു ദൗത്യം ആരോഗ്യ മേഖലയിലും കടന്നു വന്നതിൽ ജനമൈത്രി പോലീസിന്റെ ഈ ഒരു സേവനത്തിനെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുകയാണ്. അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഇവിടെ ഉണ്ട്, അവരുടെ പ്രവർത്തനങ്ങളെയും അഭിനന്ദിക്കുന്നു. അപ്പോൾ ജനസേവനമാണ് യഥാർത്ഥ ഈശ്വര സേവനം എന്ന് കാട്ടിക്കൊടുക്കുന്ന ഈ ഒരു പ്രസ്ഥാനത്തിന്റെ തുടർന്നുള്ള പ്രയാണത്തിൽ മാധ്യമപ്രവർത്തകരുടെയും അതുപോലെ അനുഭവസ്ഥരുടെയും വലിയൊരു നേട്ടങ്ങൾ ഉണ്ടാവണം. ഇത് വീണ്ടും ഉയരണം. സാധാരണ എല്ലാവർക്കും ഇത് അവരുടെ ആവശ്യങ്ങൾക്ക്
മാത്രമായിട്ട് കൊടുക്കുന്ന ഒരു സംരംഭമായിട്ടാണ് തുടങ്ങിയതെങ്കിലും ഇന്ന് ഈ മണ്ണത്തൂരുള്ള ഈ കൊച്ചു കുഞ്ഞിന്റെ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിന്റെ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ജനമൈത്രി പോലീസിന്റെ നിർദ്ദേശാനുസരണം ഇത് അവർക്ക് ഫ്രീ ആയിട്ട് ആ കുട്ടിയുടെ ജീവിതത്തിലെ മുന്നേറി ഒരു ആരോഗ്യപരമായ തിരിച്ചുവരവ് വരെ പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് കൊടുക്കാൻ കാണിച്ച ഈ വലിയ മനസ്സിന് നിങ്ങൾ ഏവരുടെ മുന്നിൽ നന്ദി പറയുന്നു. നമസ്കാരം. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകുളം 40,000-ലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം. ജോൺസൺ, സൊമാനി, ഹെലിക്ക, ലെക്സസ്, ലിവാൻസ, മൊസാഡ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ്. കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം. പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസ്റ്റിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം. വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ്, കൂത്താട്ടുകുളം,